ഞാൻ പറഞ്ഞില്ലേ പുതിയ പണി, അതിനവൻ മതി, കുമാരൻ. ആന്റണി വേറെ പണിക്ക് പോയിരിക്കുക. പിന്നെ വാസു, അവൻ ഒടുവില. കുമാരനെ നമ്മൾ പലതും ശീലിപ്പിച്ചെടുക്കണം, പൂർണ്ണമായും നമ്മുടെ വരുതിയിലാകുന്നതുവരെ. ഒരിക്കലും തിരിച്ചു പോകാൻ അവന് സാധിക്കരുത്. അവനൊരു പാവ, ഒരു പേടിത്തൊണ്ടൻ. അവനെ വെറുതെ വിട്ടേക്ക് ദുർഗെ. ആ പേടി നമ്മളായിട്ട് മാറ്റിയാൽ പിന്നെ അവൻ നമ്മുടെ ആളാ. ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ നമുക്ക് വേണ്ടത്. ജീവിക്കാൻ കഷ്ടപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ, അനുസരണയുള്ളവർ. അവർ വലുതായാലും നമുക്കൊരിക്കലും ഭീഷണിയാവില്ല. നമ്മൾ വളർത്തുന്നവർ നമ്മുടെ തലയ്ക്ക് മുകളിൽ വാളുയർത്തില്ല. ശരി, ഇനി നിന്റെ കാര്യം എന്ത് ചെയ്യണം? കുറച്ചു നാളത്തേക്ക് ഞാനില്ല ദുർഗെ, എന്നെ ഒഴിവാക്കണം. കുറച്ചു നാളത്തേക്ക് മാത്രം. അതിനുശേഷം ഞാൻ വരും. അതുവരെ ആർക്കും പിടികൊടുക്കരുത്. പണം വല്ലതും വേണോ നിനക്ക്? വേണ്ട. ശരി, നീ പോയിക്കോ. ശരി. നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്തു പറയാനാ റഷീദേ, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കാൽക്കീഴിലെ മണ്ണ് പോലും ഊറി ഒലിച്ചു പോകുന്നൊരവസ്ഥ. നിനക്കെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാറുന്നില്ലേ? എങ്ങനെ എങ്ങനെ രക്ഷിക്കും? എന്നെയും നിന്നെപ്പോലെ തന്നെ കുരുക്കിൽ വീഴ്ത്തിയത് അയാൾ, ദുർഗാദാസ്. അയാൾ എന്നും അങ്ങനെയായിരുന്നു. കണ്ട് പരിചയപ്പെട്ട് സഹായിച്ച് ഒടുവിൽ വല വിരിച്ച് കൊടുക്കുക. ഒരിക്കലും ഊരാൻ പറ്റാത്ത കുരുക്കിൽ. പിന്നെ നിന്റെ എല്ലാ പ്രശ്നവും അയാൾക്ക് അറിയാവുന്നതുകൊണ്ട് നിന്നെ വീഴ്ത്താൻ എളുപ്പമായിരുന്നു. പിന്നെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അതാണിപ്പോഴെൻ്റെ ഏറ്റവും വലിയ ദുഃഖം. ഞാൻ കാരണം അമ്മയ്ക്ക് ഇതൊക്കെ സംഭവിച്ചത്. എൻ്റെ അമ്മ ഒരു പാവ റഷീദേ. അമ്മയ്ക്ക് വേണ്ടി ഇതുവരെ ജീവിച്ചിട്ടില്ല, എനിക്ക് വേണ്ടിയാ ജീവിച്ചത്. ഇനി അമ്മയെ ചികിത്സിക്കണം. നിനക്ക് രൂപവല്ലോ വേണം. രാമനാഥന്റെ ചോരയിൽ മുക്കിയെടുത്ത രൂപയല്ലേ? വേണ്ട. ഏത് ദൈവത്തിന്റെ മുന്നിൽ മുടി വെച്ചാടിയാല, ഏത് ചിത്രകൂടക്കല്ലിൽ തലയടിച്ച് മരിച്ചാല എനിക്ക് മോക്ഷം കിട്ടാൻ അറിഞ്ഞൂടാ. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. സാധിക്കില്ല. അവൻ ഇനിയും വരും ദുർഗ. കുമാര, അമ്മയുടെ കാര്യം ഞാൻ അറിഞ്ഞു. പതറരുത്. നമ്മുടെ ജീവിതത്തിൽ ചങ്കുറ്റമാണ് വേണ്ടത്. എന്തും ഏതും എവിടെ വെച്ച് നേരിടണം. എൻ്റെ വഴിയിൽ സെന്റിമെന്റ്സ് ഇല്ല. ഏൽപ്പിക്കുന്ന പണികളും കിട്ടുന്ന കൂലി പണവും. ചോരയുടെ മണമുണ്ടെങ്കിലും പണം പണം തന്നെയാണ്. എങ്കിൽ എൻ്റെ അമ്മയുടെ മാനസിക നില പഴയതുപോലെ ആക്കാൻ നിങ്ങളുടെ പണത്തിന് പറ്റുമോ? പറ്റും. ചികിത്സിക്കണം. ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചികിത്സ കൊടുക്കണം. അവിടെയും പണമാണ് മുഖ്യം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കെല്ലാം മതിയായി. ഞാൻ കാരണം എൻ്റെ അമ്മയ്ക്ക് ഗതി വന്നത്. മേലിൽ നിങ്ങൾ ഇവിടെ വരരുത്, എന്നെ കാണരുത്. എനിക്ക് നിങ്ങളെയും കാണണ്ട. നിന്റെ കിടപ്പാടം കൈവിട്ടു പോകാതിരിക്കാൻ അഡ്വാൻസ് കൊടുത്ത തുകയായി തരും. പലപ്പോഴായി നീ എന്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയ തുകയായി തരും. പ്രസിഡന്റിന് മുമ്പിൽ വാക്ക് പറഞ്ഞ തുകയാര് കൊടുക്കും? കുമാര, ആവേശം വേണ്ട. ചേടാ, നീ തളരരുത്. മരണത്തെ ഭയക്കരുത്. മരണം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ. എനിക്കറിയാം എന്റെ മരണം എങ്ങനെയായിരിക്കുമെന്ന്. പുതിയൊരു പദ്ധതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പണം അതെത്ര വേണമെങ്കിലും കിട്ടും. ഇപ്പൊ നിനക്ക് ഈ ലോകത്ത് ഒന്നുമില്ല. നീ എന്ത് പറയുന്നു? എന്ത് കിട്ടും? എന്തും കിട്ടും. ചങ്കൂറ്റം അതുണ്ടായാൽ മാത്രം മതി. ഇതാ, അമ്മയുടെ ചികിത്സ നടക്കട്ടെ. ഇതുപോലെ ഇനിയും കിട്ടും. മറ്റന്നാൾ രാത്രി നമ്മൾ കാണും. ഏട്ടാ, എല്ലാം ഞാൻ കണ്ടു. സന്തോഷായില്ലേ എന്റെ ഏട്ടന്? കൈ നിറയെ പണം. ആർക്ക് വേണ്ടിയാ?
ഏട്ടൻ ഈ ചോരപ്പണം വാരി കൂട്ടുന്നത് എനിക്ക് വേണ്ടിയോ അമ്മയ്ക്ക് വേണ്ടിയോ? ഈ ശാപം കിട്ടിയ പണം കൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന് തോന്നുന്നുണ്ടോ എന്റെ ഏട്ടന്? എനിക്കെല്ലാം മനസ്സിലായി. പണത്തിന് വേണ്ടി തന്നെയാ ഏട്ടൻ വെട്ടിയത്. വത്സലേ, അത് പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന എന്റെ ഏട്ടനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. പണത്തിന് വേണ്ടി ഈ അനിയത്തെ വിൽക്കോ? ചങ്ക് വളർക്കണ വർത്താനം പറയരുത്. പോ. ഇന്നലെ കുട്ടികളുടെ അച്ഛൻ വന്നിരുന്നു. രാത്രിയില് ഒരുപാട് നേരം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. കുറേ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടായിരുന്നു. കടം, വീടിൻ്റെ കാര്യം, വത്സലയുടെ കാര്യം. ചതിയനാവൻ ദാസൻ എന്റെ കുട്ടിയെ കൊണ്ടുപോയി പോലീസുകാർക്ക് കൊടുത്തില്ലേ? ഡോക്ടറെ, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഡോക്ടർക്കെല്ലാം അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, അമ്മയെ കുറച്ചൊരു മുറി കൊണ്ടിരുത്ത്. വാ അമ്മേ. ഇങ്ങോട്ട് വരാൻ നിങ്ങൾ വിട്ടെ. മുമ്പ് എവിടെയെങ്കിലും കാണിച്ചിരുന്നോ? വൈദ്യര് കുറച്ച് എണ്ണ തന്നു, പിന്നെ കുറെ കർമ്മങ്ങളൊക്കെ നടത്തി നോക്കി. ഒന്നിനും പ്രയോജനമില്ലാതെ വന്നപ്പോഴാ ഇങ്ങോട്ട്. മനസ്സിന് വല്ലാത്ത ആദിയുണ്ട്. ഒരേ ഒരു മകൻ വഴിതെറ്റി പോകുമ്പോ പെറ്റപ്പിക്കുണ്ടാവുന്ന ഒരു അങ്കലാപ്പില്ലേ? സാരമില്ല, നമുക്ക് ശരിയാക്കാം. കുറച്ച് ആളുടെ കഴിയേണ്ടി വരും. പിന്നെ നിൽക്കാനും നോക്കാനൊക്കെ കൂടെ ആളുണ്ടല്ലോ അല്ലേ? ഓ, ശരി.